പല നാളുകൾ കൊണ്ട് നടക്കേണ്ട ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒറ്റ സഹായത്താൽ ഒറ്റ ദിവസം കൊണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറാൻ പോകും. ഒരു ശാപത്തിൻ്റെ കെട്ട് കർത്താവിന് കൂട്ടിക്കാൻ പോവാം. വിശ്വസിക്കാമെങ്കിൽ ഈ മെസ്സേജ് പ്രാർത്ഥിച്ച് അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന്, നിങ്ങളുടെ ബോഡിയിൽ നിന്നൊക്കെ, നിങ്ങളുടെ ലൈഫിൽ നിന്നൊക്കെ ചിലത് അടർന്ന് മാറുന്ന ഒരു ദൈവിക ഫീലിംഗ് നിങ്ങൾക്കുണ്ടാകും. കാരണം അത്രമാത്രം ദൈവശക്തി ഞാനിപ്പോൾ ഇവിടെ അനുഭവിക്കുന്നുണ്ട്. ദൈവാത്മാവ് അത് ചെയ്യാനായിട്ട് ഒരു മിനിറ്റ് ആദ്യം ഒന്ന് പ്രാർത്ഥിക്കാം. റമാൽ കാട്ടി ശാന്തൽ ബ്രബേറ്റി ആളുകളായിട്ട് കുരുക്കിയിട്ടേക്കുന്ന ചില പൈശാചിക ശാപ ബന്ധനങ്ങളിൽ നിന്ന് ഇന്ന് രാവിലെ കാലം ചിലതിനെ പൊട്ടിച്ച് സ്വർഗത്തിലെ ദൈവം പുറത്ത് കൊണ്ടുവരുന്ന ദൈവ കൃപകൾക്കായിട്ട് നന്ദി. കൃപ പകരണമേ, അനുഗ്രഹിക്കണമേ, യേശുവിൻ നാമത്തിൽ ആമേൻ. യെശയ്യാവ് 10:17 ഇന്നൊരു പ്രൊഫറ്റിക്കൽ മെസ്സേജായിട്ട് തരുന്ന ദൈവത്തിൻ്റെ വചനം. ഇസ്രായേലിനെ വിളിച്ചും ഒരു തീയായും അവൻ്റെ പരിശുദ്ധനൊരു ജ്വാലയായും ഇരിക്കും. അത് കത്തി ഒരു ദിവസം കൊണ്ട് അവൻ്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയും. ഇസ്രായേലിനെ വിളിച്ചും ഒരു തീയായും. പുതിയ നിയമത്തിലെ ഇസ്രായേലാണ് ഞാനും നിങ്ങളും എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. ആ പുതിയ നിയമ ഇസ്രായേലായിരിക്കുന്ന എനിക്ക് നിങ്ങൾക്കൊരു വെളിച്ചമുണ്ട്. അത് വേറെ ആരുമല്ല, അത് കർത്താവ് യേശു ക്രിസ്തു കേട്ടോ. ജീസസ്. യേശുവിനെ അറിഞ്ഞു, യേശുവാകുന്ന വെളിച്ചത്തെ ഉള്ളിൽ സ്വീകരിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ ചില ശാപക്കെട്ടുകൾ ഇന്ന് പൊട്ടും. എനിക്ക് എൻ്റെ ദൈവത്തെ അത്രയ്ക്ക് വിശ്വാസമാണ്. ചില ശാപത്തിൻ്റെ മുഖങ്ങൾ നഴിയാൻ പോവുക. ഇസ്രായേലിനെ വിളിച്ച് ഒരു തീയായിട്ട്. വെളിച്ചം പലതരത്തിലുള്ളതുണ്ട് അല്ലേ? പ്രകാശം കണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള വെളിച്ചമുണ്ട്. ചില സാധന സാമഗ്രികൾ പാചകം ചെയ്യാനായിട്ടുള്ള തീയുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആഴത്തിൽ ചിലത് കത്തിക്കാനുള്ള തീയുണ്ട്. ചിലരെ ശുദ്ധീകരിക്കാനുള്ള തീയുണ്ട്. ചിലൻ്റെ വെണ്മ കൂട്ടാൻ, വില വർദ്ധിപ്പിക്കാനായിട്ടുള്ള തീയുണ്ട്. ചിലതിനെ കത്തിച്ച് ചാരമാക്കി കളയാനുള്ള തീയുണ്ട്. ഇവിടെ പറയുന്ന തീ നിൻ്റെ ലൈഫിനകത്ത് ചില നന്മകളെ തകർത്ത് മുടിച്ച് ചില ശാപത്തിൻ്റെ ആഴക്കയത്തിനകത്ത് നിന്നെ ഇട്ട് ഒലയ്ക്കുന്ന ചിലതിനെ കത്തിക്കുന്ന തീയെക്കുറിച്ചാണ്. ആ വെളിച്ചം ഒരു തീയായിട്ട് നിനക്ക് വരാൻ പോവാം. തീയായിട്ട് വരാൻ പോവാം. അടുത്ത പദം നോക്കിയ ഇസ്രായേലിൻ്റെ വെളിച്ചം ഒരു തീയായി, അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും. ജ്വാല, തീജ്വാല നമുക്കറിയാം അല്ലേ? നെബൂഖദ്നേസർ ശദ്രക്കിനെ, മേശക്കിനെ, അബേദ്നെഗോവിനെയും കത്തിച്ച് ചാരമാക്കാനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ, അവരെ ബന്ധിച്ച് തീച്ചൂളയിലേക്ക് എറിയുമ്പോൾ അവരെ കൊണ്ടുപോയ ബലവാന്മാരെ തീയുടെ ജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. തീയെ കാട്ടി കൂടിയതാ തീ ജ്വാല എന്ന് പറയുന്നത്. ജീസസ്. ദൈവം തന്നെ, യേശു തന്നെ നിനക്ക് തീയായിട്ടിരിക്കും. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഒരു ജ്വാലയായിട്ട് നിന്നെ ചുറ്റി നിൽക്കുമ്പോൾ രണ്ട് കാര്യം സംഭവിക്കും. അത് കത്തും. കത്താൻ തുടങ്ങാൻ പോവാം. കത്താൻ തുടങ്ങാൻ പോകുകയാണ്. നിൻ്റെ ലൈഫിനകത്ത് ചില കത്തലുകൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കും. അത് കത്തി, അടുത്ത പദം നോക്കിയേ, ഒരു ദിവസം കൊണ്ട്. എത്ര ദിവസം കൊണ്ടാ? നീ വിചാരിക്കും അടുത്ത വർഷം നടക്കത്തുള്ളൂ, ഒരു 5 വർഷം കൂടെ കഴിഞ്ഞിട്ടൊക്കെ. നോ, കർത്താവ് നിന്റെ വെളിച്ചമായി എന്നുള്ള കാരണത്താൽ, പരിശുദ്ധൻ ആ തീയുടെ പവറിൻ്റെ ജ്വാലയുമായിട്ട് നിന്നോടൊപ്പം നിൽക്കുന്നു എന്നുള്ള കാരണത്താൽ അത് കത്തി ഒരു ദിവസം കൊണ്ട്. മുള്ളും പറക്കാരെയും, ഇത് രണ്ടും എന്തിൻ്റെ പ്രതീകമാണ്? മനുഷ്യൻ പാപം ചെയ്തതിൻ്റെ ശേഷം ദൈവം തന്നെ കൊടുത്ത ശാപത്തിൻ്റെ പ്രതീകങ്ങളാണ്. മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയും. ചില തീ കത്താൻ തുടങ്ങാൻ പോവാം. ഞാൻ ആത്മാവിൽ കാണുന്നു. ഞാൻ നിയോഗത്തോടെ ചിലരെ നോക്കി പറയുന്നു,
ഈ ദിവസങ്ങളിൽ ചില കത്തലുകൾ നിൻ്റെ ലൈഫിൽ നടക്കും. എത്ര പഠിച്ചിട്ടും ഒരു ഗതി എത്താൻ കഴിയാതെ, എന്തൊക്കെ എക്സ്പീരിയൻസ് കഴിവുകളും ഉണ്ടായിട്ടും ഒരു പരിധി കൂടെ മുന്നേറാൻ കഴിയാതെ, ചില ശാപത്തിൻ്റെ കൂടാരങ്ങൾക്കകത്ത് കിടക്കുന്ന ചിലതിനെ സ്വർഗം കത്തിച്ച്, മുള്ളെന്ന് പറയുന്ന കുത്തുന്ന അനുഭവം, പറക്കാരെന്ന് പറയുന്നത് ശാപത്തിൻ്റെ പ്രതീകമാണ്. ഇത് രണ്ടും ദൈവം തകർത്തിട്ട് ദഹിപ്പിച്ച് കളഞ്ഞിട്ട് നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവാം. അതോടൊപ്പം തന്നെ ഒരു 27-ാമത്തെ വാക്യം, അന്നാളിൽ അവൻ്റെ ചുമട് നിൻ്റെ തോളിൽ നിന്നും അവൻ്റെ നുകം നിൻ്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും, പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. അഭിഷേകം ചില നുകങ്ങളെ തകർക്കാൻ പോകട്ടോ. ഈ ദിവസങ്ങളിൽ നീ ദൈവത്തെ അറിഞ്ഞു, യേശുവിനെ വിശ്വസിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ചില നന്മയിലേക്ക് കയറാൻ പോവാം. ഇതൊരു പ്രവചന ശബ്ദമായിട്ട് നിങ്ങൾ ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുത്തു. നന്മയിലേക്ക് കയറാൻ പോവാം, ചില ദൈവികമായ ഉയർച്ചയിലേക്ക് കയറാനായിട്ട് പോവാം. ആമേൻ. ഈ ദിവസങ്ങളത് സംഭവിക്കും കേട്ടോ. നിങ്ങളുടെ ലൈഫ് അത് കാണും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അതൊരു ഭയങ്കര ബ്രേക്ക് ത്രൂ ആയിട്ട് മാറും. ഇന്ന് വരെ കാണാത്ത ദൈവപ്രവൃത്തി. ജീസസ്, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. മഹത്വം ദൈവത്തിന് അർപ്പിക്കും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.